ഹലോ ഗൈസ്, വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ്. നമ്മളിപ്പോൾ ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുമ്പത്തെ കൊല്ലവും അങ്ങനെ 2-3 പ്രാവശ്യം അടുപ്പിച്ച് തന്നെ ഞാൻ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. പക്ഷേ കഴിഞ്ഞ കൊല്ലം വ്ളോഗിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പോകുന്ന പവലിയൻസും ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ എൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങളെയും കാണിക്കുകയാണ്. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് പാസ്പോർട്ടാണ്, ഒറിജിനൽ പാസ്പോർട്ട് അല്ല. പുറത്തുനിന്ന് നമുക്ക് ഇതേപോലെ 10 ദിറത്തിന് ഈ പാസ്പോർട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഓരോ പവലിയനിൽ കയറുമ്പോൾ ഇപ്പൊ നമ്മളുള്ളത് ഏതാ? ടർക്കി. അലറാണ്. ടർക്കി പവലിയനിൽ കയറി നമ്മൾ ഇറങ്ങുമ്പോൾ അത് സ്റ്റാമ്പ് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ എത്ര പവലിയനിൽ കയറി എന്നുള്ളത് ഇത് നോക്കിയിട്ട് അറിയാൻ പറ്റും. ലാസ്റ്റ് ടൈം ഒന്നും നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തവണ ദേവുവിനൊരു ആഗ്രഹം വാങ്ങണം. അങ്ങനെ ആകുമ്പോൾ എൻ്റെ വ്ളോഗിനൊരു കണ്ടന്റ് കിട്ടുമല്ലോ. അപ്പൊ ദേവു എനിക്ക് കണ്ടന്റിന് വേണ്ടി 10 ദിറം മുടക്കി വാങ്ങിച്ചു തന്ന പാസ്പോർട്ടാണിത്. ടർക്കി പവലിയനിൽ കയറി കഴിഞ്ഞാൽ അത് ഫേമസ് ടർക്കിഷ് ഐസ്ക്രീം കാണാണ്ടിരിക്കുമോ? ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു മറ്റേ ആളെ കളിപ്പിക്കുന്ന പരിപാടി, ഐസ്ക്രീം കൊടുക്കാണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ വന്ന് നിന്ന് മേടിക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാസ്പോർട്ട് ഓരോ സ്ഥലത്തു നിന്ന് സ്റ്റാമ്പ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ കുറേ നേരം ഓഫീസിൽ തപ്പി നടന്നു, പക്ഷെ നമ്മൾ തനിയെ ചെയ്യണമെന്ന് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാസ്പോർട്ട് ഇടുന്നു, സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ് തോന്നുന്നത്. ട്രൈ ചെയ്യാം. കേട്ടോ എന്താ ഇങ്ങനെ അടിക്കണോ? ഫസ്റ്റ് പവലിയൻ ഡൺ. എല്ലാ കൊല്ലവും ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാം നോക്കി ഇത്തവണത്തെ മസ്റ്റ് ട്രൈ സ്ട്രീറ്റ് ഫുഡ്സ് ഏതൊക്കെയാണെന്ന് ഞങ്ങളൊന്ന് നോക്കി വെക്കാറുണ്ട്. അങ്ങനെ നോക്കി വെച്ച ഒന്നാണ് ഈ ബേക്ക്ഡ് പൊട്ടേറ്റോ. അപ്പോൾ നമ്മൾ ബേക്ക്ഡ് പൊട്ടേറ്റോ കഴിക്കാൻ വന്നിരിക്കാം. ഓക്കെ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ഇതിൻ്റെ കളറ് കണ്ടാൽ തോന്നില്ലെങ്കിലും ഇതൊരു ടൈപ്പ് ഓഫ് പേരക്കയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മുളകും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടൊരു പൊടി കിട്ടും. അതിൽ ഡിപ്പ് ചെയ്ത് ഇത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ എല്ലാ കൊല്ലവും കഴിക്കുന്ന ഒരു സംഭവമാണിത്. അടുത്തത് നമ്മൾ കയറിയത് പാകിസ്ഥാൻ പവലിയനിലാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി സൽവാർ സൂട്ട്സ് ഉണ്ട്, റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ മിറർ വർക്ക് അല്ലെങ്കിൽ പ്രിൻറ്റഡ് ദുപ്പട്ടാസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളൊന്ന് ബാഗേൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അടിപൊളി റേറ്റ്സിൽ കിട്ടും. ഇനി നമ്മൾ കയറിയത് UAE പവലിയനിലാണ്. ഇവിടെ കൂടുതൽ നമ്മൾ കണ്ടത് പെർഫ്യൂംസും പിന്നെ കഫ്താൻസ്, ബുർക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ശ്രീലങ്ക പവലിയനിലും ഒന്ന് കയറി ഇറങ്ങി. പ്രത്യേകിച്ചൊന്നും അവിടെ നിന്ന് മേടിച്ചില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് ഇറങ്ങി. ഇത് ലണ്ടൻ ഫേമസ് സ്ട്രോബെറി ചോക്ലേറ്റ് ആണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് മേടിച്ചത്. പക്ഷെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയിരുന്നില്ല ഈ ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തേത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. നമ്മളിപ്പം ഫിയസ്റ്റ സ്ട്രീറ്റിൻ്റെ അകത്ത് പോയിട്ട് എൻ്റെ ചേച്ചി കുറേ നേരമായിട്ട് പറയുന്നുണ്ട് മിസ്റ്റർ ഷിക്കാഗോ എന്ന് പിടിച്ച് കഴിക്കണം, ഭയങ്കര അടിപൊളിയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. കാര്യമായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന മിഥുനാണ്. മിസ്റ്റർ ഷിക്കാഗോ എന്ന് പിസ്സ ഒക്കെ വന്നു. നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് എല്ലാവരും പറഞ്ഞ അത്രയും ഒരു അടിപൊളിയായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം പിസ്സേൻ്റെ ബേസ് ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റെഡ് ചീസിൻ്റെ ഒരു ലെയറും അതിൻ്റെ മുകളിലാണ് ടോപ്പിങ്സ് ഫുള്ള് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് പിസ്സ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അത് കഴിച്ചതിൻ്റെ ആ സങ്കടം അങ്ങോട്ട് തീർക്കാനായിട്ട് ഞങ്ങൾ വേറൊരു കടയിൽ പോയിട്ട് സ്പൈറൽ പൊട്ടേറ്റോ ഓർഡർ ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ വന്നാലേ എപ്പോഴും ഇതവസ്ഥ. പവലിയൻസിൽ കയറാൻ വരും, പക്ഷെ പവലിയൻസിൽ കയറുന്നേക്കാളും കൂടുതൽ ഫുഡ് കഴിച്ച് ലാസ്റ്റ് നടക്കാൻ പറ്റാണ്ടാകും. ഇത്തവണെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് റൈഡ്സിൽ കയറണം എന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം.
ഇതാണ് ഗ്ലോബൽ വില്ലേജിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഇഷ്ടം പോലെ റൈഡ്സ് ഉണ്ട് ഇവിടെ. പണ്ടൊക്കെ എനിക്ക് ഈ അമ്യൂസ്മെൻറ്റ് പാർക്സിൽ പോവുക, റൈഡ്സിൽ കയറുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പേടിയാണെങ്കിൽ പോലും എല്ലാ തലകുത്തി മറയുന്ന എല്ലാ റൈഡ്സിലും ഞാൻ കയറിയായിരുന്നു, കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഇടയായിട്ട് എൻ്റെ ഹൈറ്റിനോടുള്ളൊരു പേടി കുറച്ച് അധികമായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും കൂടെ പറ്റുന്ന പോലത്തെ ചെറിയ റൈഡ്സ് നോക്കി നടക്കുകയായിരുന്നു. എനിക്കിഷ്ടപ്പെടുന്നതെല്ലാം കുഞ്ഞു പിള്ളേരുടെ റൈഡ്സ് ആയിരുന്നു. പക്ഷെ അത് ദേവുവിനും മിഥുനും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒരു റോളർ കോസ്റ്റർ ചൂസ് ചെയ്തു. കോസ്റ്റർ റൈഡ് കംപ്ലീറ്റ് ആയി. ഒറ്റ റൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ പറയുന്നത് ഒട്ടും വേർത്തല്ലായിരുന്നു. ശരിയാണ്, ഒട്ടും വേർത്തല്ലായിരുന്നു. പക്ഷേ ആ ഒരു ചെറിയ ഡ്രോപ്പിൽ നിന്ന് തന്നെ എനിക്കുള്ളതെല്ലാമായി. ഞാൻ അവിടെ കീറി കൂവി അലറി വിളിച്ചിട്ടുണ്ട്. പക്ഷെ ദേവും ഇതിനൊക്കെ ഇങ്ങനെ ഇതൊക്കെ എന്ത് കട്ടപ്പുച്ഛ ഭാവത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ദേവു റോളർ കോസ്റ്റർ? ഇത് ഇത്തവണ ഗ്ലോബൽ വില്ലേജിലെ ഒരു പോപ്പുലർ റൈഡാണ്. ഇതിൻ്റെ മേലെ എത്തിക്കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. ഗ്ലോബൽ വില്ലേജ് ഫുള്ള് കാണാൻ പറ്റും. ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് ദേവു ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ആണ് അവൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പീഡ് കൂടുതലാണോ? പർപ്പിൾ ബനാന വീഴ്ത്തണേ. ഓ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി ഇറങ്ങി തനിക്ക് കിട്ടും. സൂക്ഷിച്ച് റിലാക്സ്. ഓ കഴിഞ്ഞോ? ഓക്കെ. എന്ത് ചെയ്യായിരുന്നു? നടന്നു ഷോപ്പിംഗ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? എന്തിലാ കയറിയത്? റൈഡ്സ് ഒക്കെ കഴിഞ്ഞിറങ്ങി നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് പെർഫോമൻസ് കണ്ട് കുറച്ച് നേരം അവിടെ ഒന്ന് നിന്നു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കാരണം മൈക്കിൽ അത്ര ക്ലിയർ ആയില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ സ്റ്റേജ് പെർഫോമൻസ് ഓരോ ദിവസവും ഓരോ പാവലിയൻസ് ആണ് നടത്തുന്നത്. ഇത് കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മാറ്റൊക്കെ കൊണ്ടുവന്ന് അവിടെ താഴെ ലോണിലിരുന്ന് റിലാക്സ് ചെയ്ത് കുറേ നേരം ഇത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പവലിയൻ്റെ വിഷ്വൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കൺട്രീൻ്റെ പവലിയൻ ആണെന്ന്. ഫുൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറാനും കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. കൊറിയൻ്റെ പവലിയൻ ആയിരുന്നു ഇത്. സ്നെയിൽ മ്യൂസിക് സീരം, മോയ്സ്ചറൈസർ, അങ്ങനെ കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒരുപാട് അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും കൊറിയയുടെ പവലിയൻ വിസിറ്റ് ചെയ്യണം. ജപ്പാൻ, ഈ റോഡ്സ് ഓഫ് ഏഷ്യ വരെ നമുക്ക് യൂറോപ്പ്, അമേരിക്ക, അങ്ങനെ അതെല്ലാം കവർ ചെയ്യും. പിന്നെ നമ്മൾ കയറിയത് ചൈനയുടെ പവലിയനിലായിരുന്നു. ചൈനയുടെ പവലിയനിൽ നമ്മൾ കുറച്ച് നല്ല ഡ്രസ്സസ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ അവിടെ. പിന്നെ ഇപ്പോൾ എൻ്റെ ഈ എക്സൈറ്റ്മെൻറ്റ് വൈറൽ മാംഗോ ഐസ്ക്രീം കണ്ടതിൻ്റെയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലാണല്ലോ ഈ മാംഗോ ഐസ്ക്രീമും ഈ പീച്ച് ഐസ്ക്രീമൊക്കെ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടായി ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അത് വാങ്ങി കഴിച്ചു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാംഗോ ഫ്ലേവർ തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും നിർബന്ധമായിട്ട് കയറേണ്ട ഒരു പവലിയനാണ് ആഫ്രിക്കയുടെ പവലിയൻ. കാര്യം വേറൊന്നുമല്ല, ഇവിടെ ഒറിജിനൽ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, അങ്ങനെ കുറേ ബോഡി ബട്ടേഴ്സ് കിട്ടും. ഇത് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്, ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല സ്ക്രബ്സും ആണ് ഇവരുടെ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഈ പവലിയനിലൊന്ന് കയറി ഇറങ്ങാറുണ്ട്. ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാൻഡ്സ് ഇവർ ഫ്രീ ആയിട്ട് സ്ക്രബും ചെയ്തു തരും. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് അടിപൊളിയാണ്. ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു മെയിൻ സ്ഥലമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഞങ്ങൾ എല്ലാ കൊല്ലം വരുമ്പോൾ ഇവിടേക്ക് വരാറുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ട്, സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം. നമ്മളിവിടെ വന്ന് സ്ഥിരം കഴിക്കുന്ന സാധനങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു ലെമൺ ആൻഡ് ഹെർബ് മസിൽസ് ഉണ്ട്, അത് അടിപൊളിയാണ്. നമ്മളുടെ കല്ലുമ്മക്കായ അതും പിന്നെ ടോമിയം ഫ്രൈഡ് റൈസും അതൊക്കെയാണ് നമ്മളുടെ സ്ഥിരം പരിപാടി ഇവിടുത്തെ. അത് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്.
സമയം ഒരു 12:30 മണിയായി. അപ്പോൾ നമ്മൾ കുറേ പവലിയൻസിലൊന്നും കയറിയില്ല, പക്ഷെ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് പവലിയൻസിൽ കയറി. സ്ഥിരം കയറുന്നൊക്കെ തന്നെയാണ് കയറിയത്. സ്ഥിരം വാങ്ങുന്ന സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ഗ്ലോബൽ വില്ലേജ് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.